ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ടീച്ചർമാരെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. വാസ്തവത്തിൽ നമ്മുടെ ടീച്ചർമാർ 4 തരത്തിലാണുള്ളത്. 4 തരത്തിലുള്ള ടീച്ചർമാരെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതും കൂടെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഒന്നാമത്തെ തരത്തിലുള്ള ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ളതും എന്നാൽ സ്കില്ല് അത്ര കൂടുതലല്ലാത്തതും ഒരു നോർമൽ സ്കില്ലുള്ളതുമായ ഒരു ടീച്ചർ. അത് ആദ്യത്തെ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ബേസിക് ക്വാളിഫിക്കേഷനും നോർമൽ സ്കില്ലും ഉള്ളൊരു ടീച്ചർ. രണ്ടാമത്തെ ടീച്ചറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനുണ്ട്, പക്ഷേ ഈ പറയുന്ന പോലെ സ്കില്ല് നോർമലാണ്. അപ്പോൾ രണ്ടാമത്തെ ടീച്ചറിൻ്റെ രീതി അതാണ്. ഇനി മൂന്നാമത്തെ ടീച്ചർ എങ്ങനെ വരും? മൂന്നാമത്തെ ടീച്ചറിന് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ടുള്ളതേ ഉള്ളൂ. അടുത്ത ടീച്ചറാണെങ്കിലോ എക്സലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സലൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലും ഉണ്ട്. അപ്പോൾ ഈ 4 തരം ടീച്ചേഴ്സിനെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വാസ്തവത്തിൽ ടീച്ചേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് നമ്മളുമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നതും നമ്മൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്കില്ലിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഒന്നെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അവരെത്ര നാൾ ടീച്ചിങ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കാറുള്ളത്. പക്ഷേ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. വാസ്തവത്തിൽ ടീച്ചർമാരുടെ സ്കില്ല് നമ്മളൊന്ന് അളക്കേണ്ടതുണ്ട്. അപ്പോൾ ടീച്ചർമാരുടെ സ്കില്ല് അളക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടീച്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ടീച്ചറിന് ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചറിനെ തന്നെ നമ്മൾ എടുക്കും, പക്ഷേ അവരുടെ സ്കില്ലിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യാറില്ല. ആ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മളിത് എങ്ങനെ അനലൈസ് ചെയ്യും എന്ന ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഞാൻ ഒരു ടീച്ചറാണെങ്കിൽ ഞാനായിരിക്കും ഈ പുതിയതായി വരുന്ന ടീച്ചറിനെ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാവുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സലൻ്റ് സ്കില്ലുള്ള ഒരാളായിരിക്കും. എന്നെ ഈ ടീച്ചറിനെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റും. കാര്യം ഇവർ പറയുന്ന കാര്യത്തിനെല്ലാം ഞാൻ തലകുലിക്ക് മൂളുകയോ അല്ലെങ്കിൽ തലകുലിക്ക് സമ്മതിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇത് ഒരു സാധാരണ കുട്ടിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളൊരു ടീച്ചറിൻ്റെ സ്കില്ല് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തേണ്ടി വരും. ടീച്ചറിനെ ഒരു ക്ലാസ്സിൽ കയറ്റിയിട്ട് ആ ടീച്ചറിനോട് പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ക്ലാസ് എടുക്കുക. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ടീച്ചറിനെ മാറ്റിയിട്ട് ഈ കുട്ടികൾക്ക് ഇത് എന്ത് മനസ്സിലായി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കുക. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഞാനാണൊരു ഇൻ്റർവ്യൂ നടത്തുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമേ ടീച്ചേഴ്സിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടീച്ചറിൻ്റെ സ്കില്ലുകളാണ് നമുക്ക് ആവശ്യം. ടീച്ചറിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പാർട്ടായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ചില എക്സലൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടാവും. പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ചിലപ്പം വളരെ പുവർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. പക്ഷേ അവരുടെ സംസാരം, അവർ പറയുന്ന ഭാഷ, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാം വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കില്ലാണ് പ്രധാനമായിട്ട് ടീച്ചറിന് വേണ്ടത്. അതിനുശേഷമാണ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ടീച്ചിങ്ങിൽ ഈ പറയുന്ന 4 തരത്തിലുള്ള ടീച്ചേഴ്സ് നമുക്ക് മനസ്സിലായി. ഈ ടീച്ചർമാരിൽ ബേസിക്കായിട്ട് നമുക്ക് പറയാം, ഒരു ക്ലാസ്സിൽ കയറി ടീച്ചർ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഈ ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻസിൻ്റെ 20% മുതൽ 30% വരെ സ്റ്റുഡൻസിന് മാത്രമേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ എങ്കിൽ ടീച്ചറിൻ്റെ സ്കില്ല് വളരെ മോശമാണ്. അപ്പോൾ പുവറായിട്ടുള്ള സ്കില്ലാണ്, അവർക്ക് ചിലപ്പോൾ പുവറായിട്ടുള്ളൊരു എഡ്യൂക്കേഷനും ആയിരിക്കാം. ഒരു 40 മുതൽ 50% വരെ കുട്ടികൾക്ക് കാര്യം മനസ്സിലായെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ അവരുടെ സ്കില്ല് കുറവാണ്. എന്നാൽ ഒരു മൂന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഒരു 60% മുതൽ 70% വരെ സ്റ്റുഡൻസിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കില്ലുണ്ട്, പക്ഷേ അവർക്ക് ക്വാളിഫിക്കേഷൻ കുറച്ച് കുറവായിരിക്കാം.
എന്നാൽ ഒരു 80-90% സ്റ്റുഡൻസിനും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും എക്സലൻ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ടീച്ചറാണ് അവരെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഇൻ്റർവ്യൂ പാനലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ പാനലിസ്റ്റുകൾ നോക്കുന്നത് എന്തായിരിക്കും, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോ, അവരെത്ര വർഷം ഈ പറയുന്ന എഡ്യൂക്കേഷനിൽ ഈ ഫീൽഡിലുണ്ടായിരുന്നു, ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുകയും ചെയ്യും. ഇതല്ലാതെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഈ എഡ്യൂക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റും നടത്തുന്നതായി നമുക്കറിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല സ്കൂളുകളും കോളേജുകളും ചിലപ്പോൾ കാണാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മളുടെ പല വിദ്യാലയങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മളൊരു ടീച്ചറിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ടീച്ചിങ് സ്കില്ലുള്ള ടീച്ചേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത്. എഡ്യൂക്കേഷൻ രണ്ടാമതായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാര്യം അവരുടെ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ അവരുടെ ടീച്ചിങ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം.